നോമ്പ് തുറപ്പിക്കുമ്പോൾ നിങ്ങളെ പെണ്ണുങ്ങളെ കുറച്ച് അവരെ കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾ 100 ആളെ കൊണ്ടുവന്നിട്ട് ആ ഐറ്റമാക്കി ഈ ഐറ്റമാക്കി ഇരുത്തി അവർ പണിക്കാരെ പോലെ ചെല്ലുന്നല്ല. അവർ മനുഷ്യന്മാരാണെന്ന് ബോധം വേണം. നിങ്ങളെ പോലെ കഷ്ടം വന്നിട്ട് നോമ്പ് പിടിച്ചിട്ടുണ്ട്. അവർ ഫുഡ് ഉണ്ടാക്കാൻ എത്ര പണിയുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ക്യാൻറ്റീൻ കിച്ചൺ ദിവസം പോയാൽ മതി. കിച്ചണിൽ അപ്പൊ അറിയും ഫുഡ് ഉണ്ടാക്കുന്നതിന്റെ കഷ്ടം. ഇതും ആളെ വിളിക്കുന്നു, അതാക്കാവാ 10 വേണോ, അടക്കറി വേണോ, കോയിന്റെ കറി വേണോ, അത് വേണോ, ഇത് വേണോ, 150 ഐറ്റമും ആക്ക്. എന്ത് മിഷൻ അത്? നോമ്പ് നീ തുറന്നിട്ട് ഉടനെ നീ നിസ്കരിച്ചിട്ട് കളവ്. അവർക്ക് നോമ്പ് തുറക്കണ്ടേ, അവർക്ക് നിസ്കരിക്കണ്ടേ, ആ പെണ്ണുങ്ങളുടെ കാര്യം ശ്രദ്ധിക്കണ്ടേ? അപ്പൊ അവർക്കും കൂടി സമയം കൊടുക്കണം. അവർക്കും നോമ്പ് നിന്റെ പോലെ അവരും മനസ്സുള്ളവരാണ്, അവരും ക്ഷീണമുള്ളവരാണ്, അവർക്കും നിസ്കരിക്കണം. ആ ബോധം വേണം. ഇങ്ങനെ കൊടുത്തിട്ട് എല്ലാം കൊടുത്തിട്ട് ആക്ക് ചെയ്യുന്നതിന് അർത്ഥമല്ലേ? അവർ മനുഷ്യന്മാരല്ലേ സ്ത്രീകൾ? അപ്പൊ ഇനി ചിന്തയില്ലാത്ത ബോധമില്ലാത്ത കുറെ കല്ല് കൊത്ത മനുഷ്യന്മാരുണ്ട്. അവർ ഇതാക്കുന്നില്ല. ഓന് പേര് കിട്ടണോ? ഞാൻ അത്ര ഐറ്റം ആക്കിനാ. ഈ പാവങ്ങൾ പെണ്ണുങ്ങൾ നടത്തിയിരുന്നില്ല. സുബൈക്ക് രാവിലെ എണീക്കുന്നവർ ഇനി അധ്വാനിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് ആ ബോധത്തോടുകൂടെ വേണം, മനസ്സിലായി, നോമ്പ് ഉറപ്പിക്കാൻ വേണ്ടി. ഏതിരുന്നാലും കേട്ട നോമ്പ് തുറപ്പിക്കുക എന്നുള്ള ഏർപ്പാട് വളരെ പുണ്യമുള്ള കാര്യമാണ്. അത് റമദാനിൽ പ്രത്യേക സുന്നത്തുള്ള കാര്യമാണ്.